എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാരുടെ മാർച്ച് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Queen of Wands, Six of Cups, Queen of Cups, Nine of Wands, Seven of Cups and Five of Wands energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ക്വീൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ അധികം നല്ല പേര്, അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായിട്ട് ഒത്തിരി തൃപ്തി തരുന്ന സമയമാണ്. ഏത് ലെവലിലേക്ക് ഉയരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു പ്രൊഫഷണലായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച്, കരിയറായിട്ട്, ഔദ്യോഗിക ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജോലി, ആ ജോലിയിൽ ഒരു ഉയർച്ച, പ്രമോഷനോ ശമ്പള വർധനവോ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന, നിങ്ങൾക്ക് സർക്കാർ ജോലി ചെയ്യണം, അതാണ് ഉയർച്ച എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ആ ലെവലിലോട്ടുള്ള ഒരു ഉയർച്ച കാണിക്കുന്നുണ്ട്. അതായത് ഒരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതുള്ള സൂചനയാണ്. അതേപോലെ നിങ്ങൾ മറ്റ് തരത്തിൽ, അതായത് കലാപരമായിട്ടുള്ളതൊക്കെ കഴിവുകളുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഫിലിം ഫീൽഡിലോ മറ്റെന്തെങ്കിലും, ചില ആളുകൾ സീരിയൽ രംഗത്തേക്കോ അല്ലെങ്കിൽ മീഡിയയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവരുടെ നാലാളുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള അവസരമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പാഷൻ നിങ്ങൾക്കുണ്ട്, ഇപ്പോൾ ചിത്രരചനയോ പാട്ട് പാടുന്നോ മറ്റെന്ത് തരത്തിലുള്ളതായിക്കൊള്ളട്ടെ, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു സ്പീച്ച്, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാം ചിലപ്പോൾ. അപ്പം ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്നുമല്ലായ്മയിൽ നിന്ന് എന്തൊക്കെയോ ആയി തീരുകയും, ഞാൻ ഇന്നതാണ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ നിങ്ങളെ കളിയാക്കിയിരുന്ന നിങ്ങളുടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെന്ന് പറയുന്ന വ്യക്തികൾ ഒരു തരത്തിൽ നിങ്ങളെ കളിയാക്കുകയാണ്, മറ്റൊരു തരത്തിൽ ഫ്രണ്ട്സാണ് എന്നൊരു കൂടെ നിൽക്കുന്നു, പക്ഷെ മറ്റൊരു തരത്തിൽ നിങ്ങളെ അധികം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം നിങ്ങളുടെ തൊഴിൽ ഇന്നൊരു തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, പക്ഷെ ആ തൊഴിലിലൂടെ തന്നെ നിങ്ങൾ പ്രശസ്തരാവുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു ഫീലിംഗ്, അങ്ങനെയുള്ളൊരു തൃപ്തി, അങ്ങനെയുള്ളൊരു അഭിമാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാർച്ച് മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ജോലി, ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തരുന്നു എന്ന് പറയാം. അതേപോലെ തന്നെ സിക്സ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പാണ് മെയിനായിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലാണ് ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒത്തിരി സൗഹൃദങ്ങൾ, ഒത്തിരി സോഷ്യലായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി പേര് ചുറ്റിനും വേണം. കാരണം അവർക്ക് ഒത്തിരി സംസാരിക്കണം, അത് സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ഇനി സോഷ്യൽ പുറത്ത് മറ്റ് ഉള്ള ആളുകളായാലും ഏത് തരത്തിലായാലും. അപ്പോൾ അങ്ങനെയുള്ളൊരു നേട്ടം ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ ഒത്തിരി പേരായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നു, സോഷ്യലി ആക്റ്റീവായിട്ടിരിക്കുന്നവർക്ക്. അതുപോലെയുള്ള സംഘടനകളുടെ, അതുപോലെ എന്തെങ്കിലും ഓർഗനൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു, പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, പുതിയ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ നിലനിർത്താനും സൃഷ്ടിച്ചെടുക്കാനും പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ള ചില രീതികൾ, നിങ്ങളുടെ ചില സ്വഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലെ പല ബന്ധങ്ങളെയും അത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ചില നിങ്ങളുടെ സ്വഭാവങ്ങൾ, രീതികൾ നിങ്ങളെ ചില ബന്ധങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ആരോഗ്യപരമായിട്ട്, മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യം ത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു കാര്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയാം. അപ്പോൾ ചില കൂട്ടായ്മകളായിരിക്കും, ഇന്നും രാവിലെ ഒത്തുകൂടി, അല്ലെങ്കിൽ എന്നും പുറത്തു പോയിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളിൽ പെടുന്ന തരത്തിലേക്കുള്ളത്. പക്ഷെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വലിയൊരു സ്വഭാവ ദൂഷ്യം എന്നുള്ള രീതി കരുതാനാവില്ല. പക്ഷെ അത് ചെറുതായിട്ടാണെങ്കിലും നിങ്ങളെ ഓരോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനെയും ബാധിക്കുന്ന കാര്യങ്ങളുണ്ടാവാം.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡൈജഷൻ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ജീവിതത്തിൽ കൊണ്ടുവരുന്ന, കൂടുതലായിട്ട് പുറത്തുനിന്ന് അധികം ആഹാരം കഴിക്കുന്നു അല്ലെങ്കിൽ ഇന്ന പ്രത്യേക ആഹാരം കഴിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻ, അത് നിങ്ങൾ മനസ്സിലാക്കുകയും അത് തിരുത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങുന്നു എന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായിട്ടാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ആവാം. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം നിങ്ങളെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ തന്നെ ഒരു കാര്യത്തിലേക്ക് എത്താൻ ഞാനിനി ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് യെസ് ഓർ നോ എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ, ആ തീരുമാനം എടുക്കുന്നത് ഒരിക്കലും നിങ്ങളല്ല, മറിച്ച് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ആ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ഇന്നൊരാളോട് എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾ ഇന്നൊരാളോട് ചോദിച്ചിട്ട് ആ ഒരു വ്യക്തി എൻ്റെ അഭിപ്രായത്തിൽ ഇതിങ്ങനെയാണെന്നാണ് എന്ന് പറയുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ ആണ് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് പൊതുവെ എത്തുക. പക്ഷെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ അതായത് നിങ്ങൾ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് തീരുമാനമെടുക്കുന്നത് ഒറ്റയ്ക്കായിട്ട് തീരുമാനമെടുക്കുന്ന ആ ഒരു ലെവൽ ഓഫ് ഫ്രീഡത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പലതും എടുക്കേണ്ടി വരുന്നുണ്ട്. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന തീരുമാനമാവും, സാമ്പത്തിക കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയ തീരുമാനമാണ്. അപ്പോൾ അത് ഒന്നുകിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്, ഷെയർ, അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ളതോ, ഇപ്പോൾ ബിറ്റ് കോയിനോ, അതും കഴിഞ്ഞിട്ടുള്ള പല പല കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആവാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ബിസിനസ്, അതൊരു തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തരത്തിലുള്ള ബിസിനസ്സാണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നതാവാം, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാവാം. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ചാൻസസ് കൂടിയാണ് ഇത് സൂചന നൽകുന്നത്. പിന്നെ 9 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 9 ഓഫ് ഫോൺസ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ എന്നൊക്കെയുള്ള ചിന്ത, സംശയങ്ങൾ, സെൽഫ് ഡൗട്ട് ഒഴിവാക്കുക. ഇത് നിങ്ങൾ, കാരണം ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ നിങ്ങളുടെ ക്വാളിറ്റീസ്, നിങ്ങളുടെ നാച്ചുറൽ ക്വാളിറ്റീസ്, ഒത്തിരി ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ച് അത് എൻ്റെ പര്യവസാനത്തിലെത്തി റിസൾട്ട് കിട്ടേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത ഹാർഡ് വർക്ക് ഒന്നും അല്ലാതായി പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയില്ല വാതിൽക്കൽ കൊണ്ടുവന്ന് കലോടിക്കുകയാണ്. അങ്ങനെ എല്ലാം കലം വാതിലിൽ വെള്ളം നിറച്ച് വാതിൽക്ക് വരെ എത്തി, ഇനി അകത്തേക്ക് കയറേണ്ട താമസമുള്ളൂ. അവിടെ എത്തിക്കഴിയുമ്പോൾ അത് ഉടച്ച് കളഞ്ഞാൽ ഇതുവരെ ചെയ്ത ഹാർഡ് വർക്ക് പാഴായി പോകും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഒരു സ്റ്റെപ്പ് കൂടിയേ ഉള്ളൂ, ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. 7 ഓഫ് കപ്സ് എനർജിയാണ്. അതിലൊന്ന്, നിങ്ങൾ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നിങ്ങളും ഒത്തിരി ഐഡിയാസ് വരും, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അറിയും, ഒത്തിരി പുതിയ പുതിയ നോളജസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക, സ്ഥിരതയോടുകൂടി ഇരിക്കാൻ ബുദ്ധിമുട്ടായി. പുതിയ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഉള്ളത് വിട്ടിട്ട് പുതിയ ഇതിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പോഴാണ് നിങ്ങൾ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് പുതിയ കാര്യങ്ങൾ പഠിക്കുക, അറിയുക, അവസരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പഴയത് ഇട്ടിട്ട് പോവല്ല, പഴയ കാര്യങ്ങൾ കയ്യിൽ വച്ചിട്ട് തന്നെ, ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് എങ്കിൽ പഴയ കാര്യങ്ങളോടുകൂടി തന്നെ പുതിയതിലേക്ക് കടക്കാൻ പഴയതും പുതിയതും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. തൽക്കാലം പഴയത് വിട്ടിട്ട് പുതിയതിലേക്ക് പൂർണ്ണമായിട്ടും പോകേണ്ടുന്നൊരു സമയമല്ല. കാരണം ഇവിടെ ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോഴ്സസൊക്കെ ഇട്ടിട്ട് വേറെ കോഴ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതിന് പറ്റിയൊരു സമയമല്ല ഇപ്പോൾ എന്താണോ ഉള്ളത് അത് കണ്ടിന്യൂ ചെയ്യാം. പുതിയതായിട്ട് എന്തെങ്കിലും വേറെ ഉള്ളത് വിട്ടിട്ട് പുതിയത് പോകുന്നതല്ലാതെ പുതിയതായിട്ട് നിങ്ങളായിട്ട് സെപ്പറേറ്റ് പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അതിന് പറ്റിയ സമയമാണ്. അതേപോലെ 5 ഓഫ് ഫോൺസ് എനർജിയാണ്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചൊരു അകൽച്ച എല്ലാത്തിൽ നിന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലോകം, നിങ്ങൾ ആ ഒരു പൊതുവെ നിങ്ങൾ പണ്ടൊക്കെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു ഇതായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കുള്ള സമയം പുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ അതായത് നിങ്ങൾ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയി, എനിക്ക് വേറെ ആരുടെയും ആവശ്യമില്ല, സന്തോഷമായിട്ടിരിക്കാൻ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് വിളിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ വരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥയും തരുന്നത് ഇതാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അത് മറ്റുള്ളവർ പറയുന്നതിന് വേണ്ടിയിട്ട്
മനഃപൂർവ്വം ആരെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ട. നിങ്ങൾ ഹാപ്പി ആകുന്നത് എവിടെയാണോ അവിടെ നിൽക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.